മാവുങ്കാലിലെ രാംനഗർ റെസിഡൻസ് അസോസിയേഷൻ ഒരുക്കിയ ഗ്രന്ഥാലയം എഴുത്തുകാരൻ സന്തോഷ് ഈച്ചിക്കാനം ഉദ്ഘാടനം ചെയ്തു. 1000-ഓളം പുസ്തകങ്ങളുമായാണ് ഗ്രന്ഥാലയം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. സ്വന്തമായൊരു ഗ്രന്ഥാലയമെന്ന ആഗ്രഹം മുൻനിർത്തി രാംനഗർ റെസിഡൻസ് അസോസിയേഷനിലെ 70 വീട്ടുകാർ ഒരുമിച്ച് ചേർന്ന് നടത്തിയ പ്രവർത്തനങ്ങളാണ് ഒടുവിൽ സാക്ഷാത്കാരത്തിൽ എത്തിയിരിക്കുന്നത്. സന്തോഷവും അഭിമാനവും ചാരിതാർത്ഥ്യവുമെല്ലാം നിറഞ്ഞ മുഹൂർത്തത്തെ സാക്ഷിയാക്കി എഴുത്തുകാരൻ സന്തോഷ് ഈച്ചിക്കാനം ഗ്രന്ഥാലയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മലയാളത്തിലെ വളരെ പ്രശസ്തനായ എഴുത്തുകാരനും നിരൂപകനും അതേപോലെ കവിയുമൊക്കെയായ അയ്യപ്പ പണിക്കർ പറഞ്ഞിട്ടുള്ളത് ഈ ലൈബ്രറികൾ അപകടകാരികളാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ ലൈബ്രറി എന്താണ്, വളരെ നെഗറ്റീവായിട്ടാണല്ലോ ഇത് പറയുന്നത്. അല്ല, വളരെ പോസിറ്റീവായിട്ടാണ് ഇത് പറയുന്നത്. ലൈബ്രറികൾ അപകടകാരികളാണ്. കാരണം ഒരു സ്ഥലത്ത് ഒരു ലൈബ്രറി വരുമ്പോൾ ആളുകൾ വായിക്കാൻ വേണ്ടി തുടങ്ങുന്നതാണ്. ഒരു ലൈബ്രറി വരുമ്പോൾ ആൾക്കാർ വായിക്കാൻ വേണ്ടി തുടങ്ങുന്നു. ആൾക്കാർ വായിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ ആളുകൾക്ക് അറിവുകൾ ഉണ്ടാവുന്നതാണ്. അറിവുണ്ടാവുന്നവരെ സംശയങ്ങൾ ഉണ്ടാവുന്നു. ആ സംശയങ്ങളുള്ളവർ സംശയങ്ങൾ ആരോട് ചോദിക്കുന്നു? ഈ അധികാരി വർഗത്തോടും ഭരണകൂടത്തോടും ഈ പറയുന്ന ആളുകളോടും നമ്മൾ സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടി തുടങ്ങും. ഈ സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഈ അധികാരി വർഗത്തിനും ഭരണകൂടത്തിനും സർക്കാരിനും ഒക്കെ തന്നെ അവർക്ക് ഉത്തരം പറയേണ്ട ബാധ്യത ഉണ്ടാവുന്നതാണ്. ചടങ്ങിൽ ഗ്രന്ഥാലയം കമ്മിറ്റി പ്രസിഡന്റ് ഗോപാലൻ നെട്ടൂർ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് ടി കെ സുധാകരൻ, പി വി ജയരാജ്, വി സുകുമാരൻ നായർ, പ്രഭാകരൻ കരിച്ചേരി, രമ്യപ്രസാദ്, സ്മിത, സി ചിണ്ടൻകുട്ടി, വി കുഞ്ഞികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. 1.5 വർഷക്കാലത്തെ അശ്രാന്ത പരിശ്രമത്തിലൂടെയാണ് കെട്ടിട സൗകര്യത്തോടുകൂടിയുള്ള ഗ്രന്ഥാലയം എന്ന ലക്ഷ്യത്തിലേക്ക് ഇവരെത്തിയത്. അംഗങ്ങളിൽ നിന്നും തുക സ്വരൂപിച്ചായിരുന്നു കെട്ടിട നിർമ്മാണം. 1000-ഓളം പുസ്തകങ്ങളും ശേഖരിച്ചിട്ടുണ്ട്. നെട്ടൂർ ഗോപാലൻ പ്രസിഡന്റും സി ചിണ്ടൻകുട്ടി സെക്രട്ടറിയും രാജൻ മീങ്ങോത്ത് ഖജാൻജിയുമായുള്ള കമ്മിറ്റിയാണ് രാംനഗർ റെസിഡൻസ് അസോസിയേഷന് നേതൃത്വം നൽകുന്നത്. മികച്ച വനിതാ വേദിയും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.